നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുഗേഷ്. ആദ്യം പ്രധാന വാർത്തകൾ. റവന്യൂ വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്ന വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സാംബോ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരൻ ജയന്തി കൂടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ചിക്കൻ ഫാർമേഴ്സ് അസോസിയേഷൻ കുറ്റിച്ചിറ മേഖലാ സമ്മേളനം നടത്തി. പരിയാരം പൂവത്തിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ബനാന പാർക്ക് ഹൗസ് ഡിസംബർ മാസത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് ഒറ്റയടിക്ക് 920 രൂപയാണ് കൂടിയത്. വാർത്തകൾ വിശദമായി. റവന്യൂ വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്ന വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 2031 പരമ്പരാഗത രേഖകൾ അടിസ്ഥാനമാക്കിയ ഉടമസ്ഥാവകാശത്തിൽ നിന്നും സർക്കാർ ഉറപ്പു നൽകുന്ന അന്തിമമായ രേഖയിലേക്ക് എത്തുവാനുള്ള ശ്രമകരമായ യാത്രയാണ് റവന്യൂ വകുപ്പ് നടത്തുന്നതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. 2031 സംസ്ഥാനത്തെ എല്ലാ ഭൂമിക്കും കൃത്യമായ കണക്കും അളവും രേഖയും ഉണ്ടാകണം എന്നതാണ് ലക്ഷ്യം. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണമായി ആധുനികവൽക്കരിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ നടപടികളാണ് ഇക്കാര്യത്തിൽ കേരളത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. എല്ലാവർക്കും ഭൂമി എന്ന മനോഹരമായ സോഷ്യലിസ്റ്റ് ആശയം ലക്ഷ്യം വയ്ക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ അത് നടപ്പിലാക്കാം, അതിനുള്ള മാർഗങ്ങൾ എന്തായിരിക്കണം എന്നതുകൂടി ചർച്ചയിലൂടെ കണ്ടെത്താൻ റവന്യൂ വകുപ്പിനായി. 4 വർഷക്കാലം കൊണ്ട് 2.5 ലക്ഷം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഭൂരഹിതർ ഇല്ലാത്ത കേരളം സൃഷ്ടിക്കപ്പെടുന്നതുവരെ ഈ നടപടികൾ തുടരും. എല്ലാ ഭൂമിക്കും രേഖ എന്ന സ്വപ്നതുല്യമായ ആശയം നടപ്പിലാക്കുന്നതിനാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ആരംഭിച്ചത്. ആധുനിക സർവേ ഉപകരണങ്ങൾ ഉപയോഗിച്ച് 2023 ആരംഭിച്ച സർവേ 2 വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ 4/1 ഏകദേശം അളന്നു കഴിഞ്ഞു. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്തെ എല്ലാ ഭൂമിക്കും കൃത്യമായ അളവിനനുസരിച്ച് രേഖയുണ്ടാകും. എല്ലാ വിധത്തിലുള്ള സർവേകളും പൂർത്തിയാക്കി രേഖകൾ അടയാളപ്പെടുത്തി ചിത്രം കൃത്യമാക്കും. ഓരോ തുണ്ടു ഭൂമിക്കും തർക്കമില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകാനാവുക എന്നതാണ് ലക്ഷ്യം. ഭൂമി തർക്കം പൂർണ്ണമായും ഇല്ലാതാക്കണം. റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം കഴിഞ്ഞ 9 വർഷത്തെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA-മാരായ NK അക്ബർ, KK രാമചന്ദ്രൻ, ET ടൈസൺ മാസ്റ്റർ, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, IMG ഡയറക്ടർ K ജയകുമാർ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KP ജയചന്ദ്രൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ S ചിത്ര, റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി A ഗീത, ഡെപ്യൂട്ടി സെക്രട്ടറി അനു S നായർ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ K മീര, സ്റ്റേറ്റ് അറ്റോർണി അഡ്വക്കേറ്റ് N മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം ILDM വിദ്യാർത്ഥി അർജുൻ രചിച്ച കടലമുട്ടായി എന്ന പുസ്തകം മന്ത്രി പ്രകാശനം ചെയ്തു. സാംബോ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരൻ ജയന്തി കൂടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളായ അഭിനവ് രാജേഷിനെയും അനന്യ ഷാജുവിനെയും അനുമോദിച്ചു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശശി കോട്ടായി, ശാഖാ സെക്രട്ടറി KB അജി, PK സാജൻ, PK സതീശൻ, MC മണീധരൻ, രാജേഷ് കോട്ടായി, ശ്രാവൺ സതീശൻ എന്നിവർ സംസാരിച്ചു.
ബ്രഹ്മപ്രതിഷ്ഠ സാധുജന പറയ സംഘത്തിൻ്റെ ആദ്യത്തെ സ്ഥാപകനും മൂലം പ്രജാസഭയിലെ 9 വർഷക്കാലം അംഗവുമായി പ്രവർത്തിക്കും. കേരളത്തിൽ 52 ഏക അധ്യാപന സ്കൂളുകൾ നടത്തുകയും ഒരു ഹോസ്റ്റലടക്കം സാംബവരുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സ്ഥലമില്ലാത്ത സാംബവ ജനതയ്ക്ക് വേണ്ടി ചിക്കൻ ഫാർമേഴ്സ് അസോസിയേഷൻ കുറ്റിച്ചിറ മേഖലാ സമ്മേളനം നടത്തി. കുണ്ടുകുഴിപ്പാടം SNUP സ്കൂളിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MP ഖാദർ അലി ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി VD തോമസ് അധ്യക്ഷനായി. ഡോക്ടർ നൌഷാദ്, സെയ്ദ് മണലായി, TB ദേവരാജൻ, ബിജുപാൽ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി PK സദാനന്ദൻ പ്രസിഡന്റ്, ഷാൻഡോ സെക്രട്ടറി, PG സന്തോഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നേരത്തെ തോമസേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വളരെ വിജയകരമായി നടത്തിയ ഒരു സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പരിപാടിയുടെ പശ്ചാത്തലത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ സംഘടന ഉണ്ടാവണമെന്ന് എല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത് ഞാൻ ഡോക്ടർ നൌഷാദ്, മൃഗസംരക്ഷണ വകുപ്പിൽ എപ്പോഴും ജോലി ചെയ്യുന്നത് ഡോക്ടർ തന്നെയാണ്. എന്നിട്ട് ഒരു സർവീസുണ്ട്. കുറച്ച് കാലം കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ വിഭാഗങ്ങൾ ഒരു പരിധിവരെ ചൂഷണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം കിട്ടാൻ അവരുടെ സംഘടന പ്രയോജനപ്പെടുന്നു. ആ പ്രയോജനം തീർത്തും ഇല്ലാത്ത ഒരു വിഭാഗമാണ് കോഴി കർഷകരും അതുപോലെ തന്നെ പശു കർഷകരും. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമുള്ള മാംസം, കോഴി മാംസത്തിൻ്റെ 40% പോലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. അതുപോലെ ചിക്കൻ ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളും ഉള്ള പ്രധാന നേതാക്കളെ, പ്രിയപ്പെട്ട കോഴിഫാം കർഷക സുഹൃത്തുക്കൾ, 2011 KTFA എന്ന സംഘടന രൂപീകരിച്ചു. അതിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ചും പല കളക്ടറേറ്റ് മാർച്ചുകളും അടക്കമുള്ള ഒരുപാട് സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയി വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊറോണ വന്ന് അതിലൂടെ കുറേ ഫാമുകൾ ഒഴിവാക്കുകയും കുറേ കമ്മിറ്റികളൊക്കെ നിശ്ചലമാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റി ഒരു നിശ്ചലമായ ഒരു തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ടാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഒന്ന് പുനഃസംഘടിപ്പിക്കുകയും വളരെ സജീവമായിട്ട് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തന മേഖല ഒരു 4 ലക്ഷത്തോളം കോഴിഫാം കർഷകരുള്ള കേരളത്തിൽ. പരിയാരം പൂവത്തിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ബനാന പാർക്ക് ഹൗസ് ഡിസംബർ മാസത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിച്ച് കെട്ടിട നമ്പർ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും താൽക്കാലിക കെട്ടിട നമ്പർ ISSAI ലൈസൻസ് തുടങ്ങി സ്ഥാപനം പ്രവർത്തിക്കുന്നതിനായി ആവശ്യം വേണ്ട അനുമതികൾ ലഭ്യമായിട്ടുള്ളതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കയറ്റുമതിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രാഥമിക സംസ്കരണവും പാക്കിങ്ങും ചെയ്ത് കയറ്റുമതിക്കാർക്കും പ്രീമിയം ഉൽപ്പന്നങ്ങളായി ആഭ്യന്തര വിപണിയിൽ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ പരിശീലന പരിപാടികളും ക്രമീകരിച്ചു വരികയാണ്. രീതിയിൽ പഴം, പച്ചക്കറികളുടെ പ്രാഥമിക സംസ്കരണം, ഗ്രേഡിംഗ്, സോർട്ടിംഗ്, പാക്കിംഗ്, പ്രീ കൂളിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി കയറ്റുമതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തി ഉയർന്ന വരുമാനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2.3 കോടി രൂപ ചെലവിൽ ഈ പാക്ക് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രീ കൂളിംഗ് ചേംബർ, കോൾഡ് സ്റ്റോറേജ്, ജനറേറ്റർ, കൺവെയർ ബെൽറ്റുകൾ, ത്രാസ് തുടങ്ങിയ ഉപകരണങ്ങൾ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്കമാലി വേങ്ങൂർ എയർപോർട്ട് പൊതുമരാമത്ത് റോഡിൽ വീതി കുറവുള്ള കാരപ്പറമ്പ് മുതൽ നായത്തോട് ഭാഗത്തേക്കുള്ള ഡ്രൈനേജ് നിർമ്മാണവും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പ്രവൃത്തിയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടക്കുന്നതിനാൽ അപകടം തുടർക്കഥയാകുന്നു.
വടക്കൻ ജില്ലകളിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതുവഴിയുള്ള റോഡാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഡ്രൈനേജിൽ വീണ് അപകടത്തിൽപ്പെട്ടത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശത്ത് ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PA അനീഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വിനീത ദിലീപ്, ജിജോ ഗാർവാസിസ്, MJ ബേബി, KR കുമാരൻ മാസ്റ്റർ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ MB ജോസ്, AR വിനുരാജ്, PJ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാസികളെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ നടക്കാൻ പോകുന്നൊരു പ്രശ്നം, ഇപ്പോ കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ ഭാഗത്ത് പൈപ്പ് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്ന നടപടി ഏകദേശം കുറെ നടന്നു. ഇനി ഇങ്ങോട്ടേക്ക് നായത്തോട് ഷാപ്പ് ജംഗ്ഷനിലേക്കും ഈ റോഡ് 1 മീറ്റർ വീതിയിൽ 2 മീറ്റർ ആഴത്തിൽ താത്തി പൈപ്പിടുന്ന നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഡ്രൈനേജിന് നിർമ്മാണം നടക്കുന്നത്. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലും സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റാകാനും സാധ്യത. മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. മധ്യകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്ന കർണാടക, വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്കും മേൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴി അറബിക്കടൽ തീവ്ര ന്യൂനമർദ്ദവുമായി ചേർന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയേക്കും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി. ഒക്ടോബർ 25-നകം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും ഒക്ടോബർ 26-നകം തീവ്ര ന്യൂനമർദ്ദമായും തുടർന്ന് ഒക്ടോബർ 27-ന് രാവിലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഒക്ടോബർ 28 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് ഒറ്റയടിക്ക് 920 രൂപയാണ് കൂടിയത്. 1 പവൻ സ്വർണത്തിന്റെ വില 92,120 രൂപയാണ്. ഗ്രാമിന് 115 രൂപയാണ് കൂടിയത്. 11,510 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ച 2 തവണയാണ് വിലയിൽ മാറ്റമുണ്ടായത്. രാവിലെ 92,000-ലെത്തിയ പവൻ വില വൈകിട്ടോടെ 800 രൂപ കുറഞ്ഞ് 91,200 രൂപയിൽ എത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ സ്വർണ്ണവില 17-ന് രേഖപ്പെടുത്തിയ റെക്കോർഡ് ഉയരമായി 97,360 രൂപയ്ക്ക് ഒപ്പം എത്തിയിരുന്നു. തുടർന്ന് വില ഇടിയുന്നതാണ് ദൃശ്യമായത്. ഈ മാസം സ്വർണ്ണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ 3-നായിരുന്നു. അന്ന് 86,560 രൂപയായിരുന്നു വില. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വിലവർധനയ്ക്ക് കാരണം. നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ആൾ പിടിയിൽ. മലപ്പുറം സ്വദേശി അഭിജിത്താണ് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ദിലീപിന്റെ ആലുവ കൊട്ടാരക്കടവിലെ വീട്ടിൽ ഇയാൾ അതിക്രമിച്ചു കയറിയത്. വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കുടുംബം നൽകിയ പരാതിയിൽ ആലുവ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. രാത്രി വീടിന്റെ പ്രധാന ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ച ഇയാളെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു നിർത്തുകയും ആലുവ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മോഷണമായിരുന്നില്ല ഉദ്ദേശമെന്നും പോലീസ് പറയുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കം. പനമ്പള്ളി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിൽ അതിരപ്പള്ളി പഞ്ചായത്തിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മേലൂർ പഞ്ചായത്ത് ജേതാക്കളായി. Gotcha!
കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ പ്രതിയെ ജയിലിലാക്കി. ഇത്തുപാടം സ്വദേശി ചേലുക്കാരൻ വീട്ടിൽ 32 വയസ്സുള്ള ബിനീഷിനെയാണ് ഇത്തുപാടത്ത് വെച്ച് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബിനീഷ് 2024 വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO കെ കൃഷ്ണൻ, SI കെ അജിൽ, ASI സതീഷ്, CPO അഖിൽ, ഡ്രൈവർ വിബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കവുങ്ങിൽ നിന്നും താഴെ വീണ് പരിക്കേറ്റയാൾ മരിച്ചു. കാഞ്ഞിരപ്പള്ളി മടത്തിപ്പറമ്പിൽ വീട്ടിൽ 53 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:00 സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കവുങ്ങിൽ കയറുന്നതിനിടെയാണ് വീണത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്ന വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സാംബോ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരൻ ജയന്തി കൂടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ചിക്കൻ ഫാർമേഴ്സ് അസോസിയേഷൻ കുറ്റിച്ചിറ മേഖലാ സമ്മേളനം നടത്തി. പരിയാരം പൂവത്തിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ബനാന പാർക്ക് ഹൗസ് ഡിസംബർ മാസത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് ഒറ്റയടിക്ക് 920 രൂപയാണ് കൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.